നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സയൻസിലെ 5ാമത്തെ യൂണിറ്റാണ് ഹ്യൂമൻ ബോഡി, വണ്ടർ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് നോട്ട്സ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഡൈജഷൻ എന്ന് പറയുന്ന പോർഷനാണ് ആദ്യം, രണ്ടാമത് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പോർഷനാണ്. അതിൽ ഈ ഡൈജഷൻ എന്ന് പറഞ്ഞ പോർഷനിൽ നിന്നുള്ള എല്ലാ 1 വേർഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളം മീഡിയം ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പോഷണത്തിൻ്റെ ആദ്യഘട്ടം ഏതാണ് പോഷണത്തിൻ്റെ ആദ്യഘട്ടം? ആഹാര സ്വീകരണം അല്ലെങ്കിൽ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഇൻജഷൻ. എന്താണ് ഇൻജഷൻ അല്ലെങ്കിൽ ആഹാര സ്വീകരണമാണ് പോഷണത്തിൻ്റെ ആദ്യഘട്ടം. ദഹനത്തിന് തുടക്കം കുറിക്കുന്നത് എവിടെ വച്ചാണ്? വായിൽ വച്ച്, അല്ലെങ്കിൽ വായെന്ന് പറഞ്ഞാൽ മൗത്തിൽ വെച്ചാണ് ദഹനത്തിന് തുടക്കം കുറിക്കുന്നത്. പല്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഇനാമലാണ് പല്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി. അത് ഇംഗ്ലീഷിലും ഇനാമൽ എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. എത്ര പാൽപ്പല്ലുകളാണ് ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്? 20 പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ 20 മിൽക്ക് ടീത്താണ് ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകളെ പൊതുവായി വിളിക്കുന്ന പേര് എന്താണ്? ചർവണകം അണപ്പല്ലുകൾ. അഗ്രചർവണകത്തിനെയും ചർവണകത്തിനെയും നമ്മൾ കൂടി ചേർന്ന് വിളിക്കുന്നതാണ് അണപ്പല്ലുകളെന്ന്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മൊളാസ്. എന്താണ് മൊളാസ്? ഇനി ഒരു മനുഷ്യൻ്റെ പല്ല് എത്ര വിധത്തിൽ എത്ര തരത്തിലുണ്ടെന്നാണ് കേട്ടോ. ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്നിങ്ങനെ 4 തരത്തിലാണ് ഒരു മനുഷ്യൻ്റെ വായ്ക്കകത്ത് പല്ലുകൾ ഉണ്ടായിരിക്കുന്നത്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അതിൽ തന്നെ ഉളിപ്പല്ല് എത്ര എണ്ണം ഉണ്ട്? ഉളിപ്പല്ല് 8 എണ്ണം ഉണ്ട്. കോമ്പല്ലാണെങ്കിൽ 4 എണ്ണം, അഗ്രചർവണകം 8 എണ്ണം, ചർവണകം 12 എണ്ണം. അത് നോക്കിക്കോ, ഉളിപ്പല്ല് മൊത്തം 8 എണ്ണം പറഞ്ഞിട്ടുണ്ട്, 4 എണ്ണം മുകളിലും 4 എണ്ണം താഴെ. കോമ്പല്ല് മൊത്തം 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്, 2 എണ്ണം മുകളിലും 2 എണ്ണം താഴെ. അഗ്രചർവണകം മൊത്തം 8 എണ്ണം പറഞ്ഞിട്ടുണ്ട്, 4 എണ്ണം മുകളിലും 4 എണ്ണം താഴെയും. ചർവണകം മൊത്തം 12 എണ്ണം, മുകളിൽ 6 താഴെ 6. ഇങ്ങനെയാണ് നമ്മുടെ ഡെന്റൽ ഫോർമുല അല്ലേ, മൊത്തത്തിലുള്ള നമ്മുടെ ദന്തഘടന സ്ട്രക്ചർ. പല്ലിൻ്റെ ഇനാമൽ ഏത് മൂലകത്തിൻ്റെ ഒരു സംയുക്തമാണ്? ആൻസർ കാൽസ്യം അല്ലേ. പല്ലിൻ്റെ ഇനാമൽ ഏത് മൂലകത്തിൻ്റെ സംയുക്തമാണ്? കാൽസ്യത്തിൻ്റെ ഒരു സംയുക്തമാണ്. പല്ല് കേടുവരാൻ കാരണമായ ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. പല്ല് കേടുവരാൻ കാരണമായ ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് പല്ലിൻ്റെ ഇനാമലായ കാൽസ്യവുമായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ പല്ലൊക്കെ കേടുവരുന്നത് കേട്ടോ. ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഉമിനീർ ഗ്രന്ഥികളാണ് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന കുഴലിൻ്റെ പേര് എന്താണ്? അന്നനാളം. വായയും ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന കുഴലിൻ്റെ പേരാണ് അന്നനാളം. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പേരാണ് ഈസോഫാഗസ്. എന്താണ്? ഈസോഫാഗസ്. അന്നനാളത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തിൻ്റെ ഫലമായാണ് ആഹാരം ആമാശയത്തിൽ എത്തിച്ചേരുന്നത്. ഈ ചലനത്തെ എന്ത് പേരിട്ടാണ് പറയുന്നത്? പെരിസ്റ്റാൾസിസ്. എന്താണ്? പെരിസ്റ്റാൾസിസ്. ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ. ആമാശയത്തിൽ ആഹാരപദാർത്ഥങ്ങൾ എത്ര മണിക്കൂർ വരെ നിലനിൽക്കും? എത്ര മണിക്കൂറാണ്? 4 മുതൽ 5 മണിക്കൂർ വരെ. ആമാശയ ഭിത്തിയിൽ ചെറിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തിൻ്റെ ദഹനത്തെയാണ് സഹായിക്കുന്നത്? മാംസ്യത്തിൻ്റെ ദഹനത്തെയാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആമാശയത്തിൽ ആഹാരത്തിലൂടെ എത്തിച്ചേർന്ന രോഗാണുക്കളുണ്ടല്ലോ, ആ രോഗാണുക്കളെ നശിപ്പിക്കാനും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന് കഴിയുന്നു. ചെറുകുടലിൻ്റെ ആകെ നീളം എത്രയാണ്? 5 മുതൽ 6 മീറ്റർ വരെ. പോഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം ഏതാണ്? നമ്മൾ ആദ്യത്തെ ഘട്ടം ഏതാണെന്ന് പറഞ്ഞു, ആഹാര സ്വീകരണം. രണ്ടാമത്തെ ഘട്ടമാണ് ദഹനം. അടുത്തത് ഭാഗികമായ ദഹനം നടക്കുന്നത് എവിടെ വെച്ചാണ്? ആമാശയത്തിൽ വെച്ചാണ് ഭാഗികമായിട്ടുള്ള ദഹനം നടക്കുന്നത്. ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? അത് ചെറുകുടലിൽ വെച്ചാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ്? പിത്തരസം അല്ലെങ്കിൽ ബൈൽ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. BILE ബൈൽ അല്ലെങ്കിൽ പിത്തരസമാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നി അല്ലെങ്കിൽ എൻസൈം.
ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ്? ആഗ്നേയ രസം. ആഗ്നേയ ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അത് ആഗ്നേയ രസം. ആഗ്നേയ രസം അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. എന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസാണ് ആഗ്നേയ രസം. ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാറ്റിക് ഗ്ലാൻഡ്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ. എന്താണ്? വില്ലസുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ചെറുകുടലിലെ ഡാഷിൻ്റെ സഹായത്താലാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. ഞാൻ ഇവിടെ എഴുതിയേക്കണ ആകർഷണം എന്നാണ് കേട്ടോ, സോറി, ആഗിരണം എന്നാക്കണം കേട്ടോ. ആഗിരണം, രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഏതിൻ്റെ സഹായത്താലാണ്? വില്ലസുകളുടെ സഹായത്താലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. പോഷണത്തിൻ്റെ മൂന്നാം ഘട്ടം എന്നറിയപ്പെടുന്നത് എന്താണ്? ആഗിരണം. പോഷണത്തിൻ്റെ മൂന്നാം ഘട്ടം ആഗിരണം. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. ഇമ്പോർട്ടൻ്റ് ആണ്. ദഹിച്ച ആഹാരം, നമ്മുടെ ശരീരത്തിൽ കിടന്ന് ദഹിച്ച ആഹാരം നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗിരണം എന്ന് പറയുന്നത്. ആഗിരണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? അബ്സോർപ്ഷൻ എന്ന് പറയും. എന്താണ്? അബ്സോർപ്ഷൻ. ഇനി രക്തത്തിൽ എത്തിച്ചേരുന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്ന ഘട്ടം ഏതാണ്? സ്വാംശീകരണം. രക്തത്തിൽ ആഗിരണം വഴിയാണ് പോഷകങ്ങൾ എത്തിച്ചേരുന്നത്, ആണല്ലോ അല്ലേ? നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ആഗിരണം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. അപ്പോൾ ആഹാര ഘടകത്തിലുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിൽ എത്തിച്ചേരുന്നു. രക്തത്തിൽ എത്തിച്ചേരുന്ന പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്ന പ്രക്രിയ എന്താണ്? സ്വാംശീകരണം. പോഷണത്തിൻ്റെ നാലാം ഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാംശീകരണമാണ്. അപ്പോൾ നമ്മുടെ പോഷണത്തിൻ്റെ 1, 2, 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാം ഘട്ടം ആഹാര സ്വീകരണം, രണ്ടാം ഘട്ടം ദഹനം, മൂന്നാം ഘട്ടം ആഗിരണം, നാലാം ഘട്ടം സ്വാംശീകരണം. ആഹാര സ്വീകരണത്തിൽ നമ്മൾ ആഹാരം സ്വീകരിക്കുന്നു, ദഹനത്തിൽ ഈ സ്വീകരിച്ച ആഹാരത്തെ ദഹിപ്പിക്കുന്നു, ആഗിരണത്തിൽ ദഹിച്ച ആഹാരത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. നാലാമത്തെ ഘട്ടത്തിൽ എന്താ? രക്തത്തിൽ ആഗിരണം ചെയ്യപ്പെട്ട പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. അതാണ് സ്വാംശീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യമെങ്കിൽ മാത്രം ആഗിരണം ചെയ്യപ്പെടുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വച്ചിട്ടാണ്? ദഹനം നടന്നു, അതിൻ്റെ അവശിഷ്ടങ്ങൾ വരില്ലേ, അതിൻ്റെ അകത്തുള്ള ജലവും ലവണങ്ങളും മാത്രം നമുക്ക് ആവശ്യമെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുന്നത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ അത് വൻകുടലിൽ വച്ചിട്ടാണ്. അപ്പോൾ എവിടെ വച്ചിട്ടാണ് ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് പറയും? വൻകുടലിൽ വച്ചിട്ടാണ് ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത്. എന്നാൽ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വച്ചിട്ടാണ്. ദഹനം ഭാഗിക ദഹനം നടക്കുന്നത് ആമാശയത്തിൽ വെച്ചിട്ടും ദഹനം കംപ്ലീറ്റ് ആകുന്നത് ചെറുകുടലിൽ വെച്ചിട്ടുമാണ്. പോഷണത്തിൻ്റെ 5ാമത്തെ ഘട്ടം ഏതാണ്? വിസർജനം. അമീബയിൽ നടക്കുന്ന പോഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫ്ലോ ചാർട്ടാണ് താഴെ തന്നിരിക്കുന്നത്. അത് പൂർത്തിയാക്കുക. ഇവിടെ 2 ഡാഷ് കിടപ്പുണ്ട്. ഒന്നാമത് ആഹാര സ്വീകരണം, രണ്ടാമത്തെ ഒരു ഡാഷ് ആയിട്ടേക്കുന്നത് അല്ലേ? അടുത്ത ഘട്ടം ആഗിരണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡാഷ്, പിന്നെ പുറന്തള്ളൽ. അപ്പോൾ ഇതിൽ ഈ ഡാഷ് ഇട്ടേക്കുന്ന പോർഷൻസ് നമ്മൾ പൂരിപ്പിക്കണം അല്ലേ? ഒന്നാമത്തെ ഘട്ടം ആഹാര സ്വീകരണം, രണ്ടാമത്തെ ഘട്ടം എന്തായിരിക്കും? ആഹാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ എന്ത് ചെയ്യണം? ദഹിപ്പിക്കണം അല്ലേ? അപ്പം രണ്ടാം ഘട്ടം ദഹനം, മൂന്നാമത്തെ ഘട്ടം ആഗിരണം അല്ലേ? ആഗിരണം കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടം സ്വാംശീകരണം, അടുത്തത് പുറന്തള്ളൽ. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന അതേ ഘട്ടങ്ങളാണിത്. വിസർജനത്തിന് പകരം ഇവിടെ പുറന്തള്ളൽ എന്നൊരു വേർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം സെയിം ആണ് അല്ലേ? ആഹാര സ്വീകരണം, ആഹാരം സ്വീകരിക്കുന്നു, ദഹനം ഈ സ്വീകരിച്ച ആഹാരം ദഹിപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആഗിരണം എന്ത് ചെയ്യുന്നു? ഇതിലുള്ള പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നു. രക്തമൊന്നുമില്ല അതിന്, അതപ്പോൾ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നു. അടുത്ത ഘട്ടം സ്വാംശീകരണം, അപ്പോൾ അത് അമീബയുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. അടുത്തത് പുറന്തള്ളൽ, ഈ പറയുന്ന ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളിലുള്ള വേസ്റ്റിനെ പുറന്തള്ളുന്നു. അമീബ ആഹാരം സ്വീകരിക്കാനും അതുപോലെ സഞ്ചരിക്കാനും ഉപയോഗിക്കുന്ന അവയവം ഏത്? അമീബയ്ക്ക് ആഹാര സ്വീകരണത്തിനും പിന്നെ അതിൻ്റെ സഞ്ചാരത്തിനുമായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ഉപകരണമല്ല, അതെന്താണ്? ഒരു അവയവമാണ് അല്ലേ? അമീബയുടെ അവയവത്തിൻ്റെ പേരാണ് കപടപാദങ്ങൾ, അല്ലെങ്കിൽ സ്യൂഡോപോഡിയ, അല്ലെങ്കിൽ ഫാൾസ് ഫീറ്റ് എന്നിങ്ങനെയൊക്കെ പേരിലുണ്ട്. എന്താണ്? കപടപാദങ്ങൾ, സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫാൾസ് ഫീറ്റ്.
സ്യൂഡോപോഡിയ ആണ് നമ്മൾ പറയുന്നതെങ്കിലും അതിൻ്റെ സ്പെല്ലിംഗ് നോക്കി വെച്ചേക്കണം. ഫസ്റ്റ് ലെറ്റർ പി ആണ് കേട്ടോ. ആ പി അവിടെ സൈലൻറ്റും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ദഹിപ്പിച്ച പോഷകങ്ങൾ അമീബയുടെ കോശദ്രവ്യത്തിൽ ലയിക്കുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ദഹിച്ച പോഷകങ്ങൾ ഈ അമീബയുടെ കോശദ്രവ്യത്തിൽ ലയിക്കുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് അറിയപ്പെടുന്നത് ആഗിരണം എന്ന പേരിലാണ്. എന്താണ് ആഗിരണം? അതായത് അമീബ എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. ഏകകോശ ജീവിയാണ്. ഒരൊറ്റ കോശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ശരീരത്തിൽ എന്തില്ല? ബ്ലഡ് ഒന്നുമില്ല. അതിൻ്റെ ശരീരത്തിലുള്ളത് കുറച്ച് കോശദ്രവ്യമാണ്. അപ്പോൾ ഈ ദഹിച്ച അമീബയുടെ കോശദ്രവ്യത്തിൽ ഈ ദഹിപ്പിച്ച പോഷക ഘടകങ്ങൾ ലയിക്കും അല്ലേ? ആ ലയിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം എന്നറിയപ്പെടുന്നത്. മനസ്സിലായി? ഘടകങ്ങൾ അമീബയുടെ കോശദ്രവ്യത്തിൽ ലയിക്കുന്ന പ്രക്രിയ ആഗിരണം. അപ്പോൾ ഇത്രയായപ്പോൾ ഈ ദഹനം എന്ന് പറയുന്ന ആ പോർഷൻ, ഡൈജഷൻ എന്ന് പറയുന്ന ആ പോർഷനിൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇനി ഈ യൂണിറ്റിൽ തന്നെ നമ്മുടെ റെസ്പിറേഷൻ എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇടാനുള്ളത്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉള്ള യൂണിറ്റാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് പഠിക്കണം. ഇതിൻ്റെ അകത്തുനിന്നുള്ള മാക്സിമം നമ്മുടെ ടെക്സ്റ്റിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.